ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അനൂസ് ഹോം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ നൂഡിൽസ് ആണ്. അപ്പോൾ നമ്മളുടെ ചിക്കൻ നൂഡിൽസിൻ്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങൾ അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഇതുപോലെ കഴുകി വെച്ച ചിക്കനിൽ നമ്മൾ 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നല്ലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് ടൈം മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. ഇനി നമ്മളൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഓയിൽ ചൂടായ ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ല ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ 2 സൈഡും നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു പാനിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ വെള്ളം തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ അത്യാവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ടുള്ളത് നമ്മളുടെ നൂഡിൽസാണ്. അതുകൂടെ നമ്മളിതാ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ്സ് കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ നൂഡിൽസ് ഒന്ന് കുക്കായി കിട്ടും. ഇനി നമുക്ക് കോഴിമുട്ട സ്ക്രാമ്പിൾ ചെയ്തതാണ് ആവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാനിലോട്ട് 2 കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായ ശേഷം ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച നൂഡിൽസ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സിമ്പിളാണ്. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കൂടെയാണ് ആഡ് ചെയ്തെടുക്കാനായിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ ചൂടാക്കുന്നുണ്ട്. അതിലോട്ട് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായ ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് മൂത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ച് വെള്ളുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ച കാബേജാണ് ഇട്ട് കൊടുക്കാനായിട്ടുള്ളത്. അതുകൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മളിനി കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് ഇത് നല്ലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച കോഴിമുട്ട കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ തക്കാളി സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചില്ലി സോസാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കാനായിട്ടുള്ളത്. അതുകൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ സോയാ സോസ് കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഈ ലാസ്റ്റ് പറഞ്ഞ ഈ 3 ഇൻഗ്രീഡിയൻസ് നമ്മളുടെ ഈ ഒരു ഫുഡിന് മെയിൻ ഫ്ലേവർ കൊടുക്കുന്നതാണ്. അപ്പോൾ അതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നൂഡിൽസ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നൂഡിൽസ് ഇതുപോലെ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫൈനലി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത് കട്ട് ചെയ്ത് വെച്ച സ്പ്രിംഗ് ഓണിയനാണ്. അതുകൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ നൂഡിൽസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ നമ്മളിത് ഹയാനൊക്കെ ട്രൈ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അവൻ സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.